ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ബിരിയാണി ചോറാണ്. നമ്മുടെ കയ്യിൽ ചിക്കനും മീനൊന്നും ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഒന്നുകിൽ നമുക്ക് തൈരോ അതല്ലെങ്കിൽ അച്ചാറോ തന്നെ ധാരാളമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന അരി വെച്ച് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈസ് നല്ല കറക്റ്റ് പാകത്തിന് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് റൈസാണ്. നിങ്ങൾ എത്ര അളവിലാണോ റൈസ് എടുക്കുന്നത് അത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കപ്പ് വെച്ച് അളക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും മാറിപ്പോകില്ല. നല്ല കറക്റ്റായിട്ട് ചോറ് വെന്ത് കുഴയാതെ നല്ല പാകത്തിൽ കിട്ടും. ഞാനിവിടെ ഒരു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി റൈസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് അത് ചൂടായി വരുന്ന സമയത്ത് 2.5 ടേബിൾ സ്പൂൺ എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നല്ല രുചിക്കും ആ ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സാധാരണ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചേർക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 1-2 എണ്ണമൊക്കെ വെച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ട് വളരെ കുറഞ്ഞ സമയം മാത്രം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്നൊന്ന് റെഡിയായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ്. ശരിക്കും 2 കപ്പ് അരിക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള തന്നെ ധാരാളമാണ് കേട്ടോ. ഞാനിവിടെ ഒന്ന് നല്ല ചെറിയതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് കുറച്ച് വലിയ സവാളയാണെങ്കിൽ 1 മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിത് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കുന്ന ഒരു പാകം ഇപ്പം ഞാൻ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് വഴറ്റിയെടുക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാള മൊരിയിച്ചെടുക്കുമല്ലോ. അപ്പോൾ അത്ര ആവണ്ടെങ്കിലും ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന പാകത്തിന് വേണം തയ്യാറാക്കിയെടുക്കാൻ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതല്ലാതെ വഴറ്റിയെടുത്തിട്ട് ചെയ്യരുത്. അപ്പോൾ വലിയ രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണക്ക മാറി വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും സവാളയും അത്യാവശ്യം നന്നായി മൊരിഞ്ഞ് നല്ല പാകത്തിന് റെഡിയായി കിട്ടും. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ പാകമായി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നും നമുക്ക് ആവശ്യമില്ല. 2 ടീസ്പൂൺ മുഴുവനായിട്ട് ഗരം മസാല പൗഡറാണ് ചേർക്കുന്നത്. ഗരം മസാല പൗഡറിന് പകരം നിങ്ങൾക്ക് ബിരിയാണി മസാല പൗഡറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർത്തിട്ടുള്ളത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചിക്കൻ മസാല പൗഡറാണ്. അപ്പോൾ ഗരം മസാല പൗഡർ മാത്രം മതിയെങ്കിൽ അത് മാത്രം വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് ചിക്കൻ മസാല പൗഡർ കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നോൺ വെജിൻ്റെയൊക്കെ ആ ഒരു ചെറിയൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. ഒത്തിരി വേണ്ട നമുക്ക് പൊടികൾ, വളരെ കുറഞ്ഞൊരളവിൽ. നിങ്ങൾ അരി എത്രയാണോ എടുക്കുന്നത് അതിന് കണക്കായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം തക്കാളി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് പുതിന ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞല്ലോ 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സവാള എടുക്കുന്ന കണക്കിനനുസരിച്ചിട്ട് തക്കാളി നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് കുഴയുന്ന പാകത്തിൽ വേണം നമ്മൾ റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തവി വെച്ചിട്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ കുത്തി ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും നമുക്ക് മസാലയൊക്കെ ആവശ്യമായിട്ടുള്ളൂ. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിപ്പോൾ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം യോജിപ്പിച്ചിട്ട് ടേസ്റ്റ് നോക്കാം. വെള്ളത്തിൽ നിന്നും ഒരിത്തിരി ഉപ്പ് കയറി നിൽക്കുന്ന പാകത്തിന് വേണം എപ്പോഴും റെഡിയാക്കിയെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ റൈസ് കുക്കായി കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിന് ഉപ്പുണ്ടാകും ചോറിന്. അപ്പം ഞാനിതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം മാത്രം എടുത്ത് ജ്യൂസ് എടുത്തിട്ടുള്ളത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക.
അരി ചേർത്ത് കഴിഞ്ഞ പാടെ തവി വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ആദ്യത്തെ ജസ്റ്റ് 1 മിനിറ്റ്, അതായത് അടുത്ത ഒരു തിള വരുന്ന സമയം വരെ മാത്രം ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ജസ്റ്റ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ തിള വന്ന് തുടങ്ങും. അപ്പോൾ തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിടരുത്. എത്രത്തോളം ഫ്ലെയിം കുറച്ച് നിങ്ങൾക്ക് വെക്കാൻ കഴിയും അത്രയും ഫ്ലെയിം കുറച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ അരി നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ റൈസ് വേവാത്ത രീതിയിലായിരിക്കും. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ റൈസ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടില്ല. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. ആദ്യം ഫ്ലെയിം കൂട്ടിയിടുക, എന്നിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിനകത്തോട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാം. ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം. ചൂടായി വന്ന എണ്ണയിലോട്ടേക്ക് കുറച്ച് ക്യാരറ്റ് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അപ്പം തന്നെ എണ്ണയിൽ നിന്ന് വറുത്ത് കോരാവുന്നതാണ്. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ ചേർക്കുന്നത് പോലെ കുറച്ച് കശുവണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്ക മുന്തിരി കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് എണ്ണയിൽ നിന്ന് എടുത്ത് കോരാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ റൈസ് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിപ്പം റൈസ് ഒരു 1/4 ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ. ഇതിനകത്ത് വെള്ളത്തിൻ്റെയൊക്കെ ഒരു നനവുണ്ടത്രേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് എല്ലാ മസാലയൊക്കെ ആയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്തോട്ടേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് കുങ്കുമപ്പൂ ചേർക്കുന്നുണ്ട്. പാലിൽ കുറച്ച് കുങ്കുമപ്പൂ ഇട്ടിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഇടയ്ക്ക് ചെറിയ റൈസിനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാറുണ്ടല്ലോ കളറിന് വേണ്ടിയിട്ട്, അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാം നന്നായി യോജിപ്പിച്ച് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് വീണ്ടും കുക്ക് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ്. അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ റൈസൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗരം മസാല പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി, ക്യാരറ്റ്, പിന്നെ 1 ടീസ്പൂണോളം, 1 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് അടച്ച് വെച്ച് ഏകദേശം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ഫൈനലായിട്ട് ക്യാരറ്റും ഉണക്കമുന്തിരിയൊക്കെ ചേർത്തല്ലോ, അത് നിങ്ങൾക്ക് തികച്ചും ഒഴിവാക്കാവുന്ന ഒരു സ്റ്റെപ്പാണ്. ജസ്റ്റ് നമുക്ക് ആ ഒരു കാണാനുള്ള ഒരു ഭംഗിക്കും അതിനൊക്കെ വേണ്ടിയിട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ റൈസ് മാത്രം അതുപോലെ തയ്യാറാക്കി എടുത്തിട്ട് ഒന്നിക്കിൽ തൈരോ അല്ലെങ്കിൽ കുറച്ച് അച്ചാറോ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. റൈസിൻ്റെ വെള്ളത്തിൻ്റെ അളവ് മാത്രം ഒന്ന് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല പാകത്തിന് കിട്ടും. ശരിക്കും നമ്മളൊരു ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷ് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.